എല്ലാം ഉണ്ടായിട്ടുണ്ടല്ലോ, നമുക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഞാനാണ് ജെഡിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കാരുണ്യതീരം ക്യാമ്പസിലാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളും അതേപോലെ തന്നെ പ്രതീക്ഷാഭവനിൽ ഒരുപാട് പുറത്തുള്ള എന്താ പറയുക ഒന്നും സഹായങ്ങൾ ലഭിക്കാത്ത ഒരുപാട് കുട്ടികളുടെയൊക്കെ ഒരു ഭയങ്കര ഹെൽപ്പ്, ഒരു സഹായം കിട്ടുന്ന ഒരു സ്ഥലം കാരുണ്യതീരം ക്യാമ്പസ്. ഈ ഒരു ക്യാമ്പസിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പോയി കണ്ടിട്ട് വരാം. ഇപ്പോൾ നമ്മളുള്ളത് പ്രതീക്ഷാ ഭവൻ എന്ന് വെച്ചാൽ നമ്മുടെ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ കിടക്കുന്ന കുറേ അനാഥരായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവരുടെ ഒരു കെയർ ഹോമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. പാട്ടൊക്കെ പാടി അങ്ങനെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അതുപോലെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പാട്ട് പാടിയാണ് ഫുഡ് കൊടുക്കുക. പ്രതീക്ഷാ ഭവന്റെ വേറൊരു ബിൽഡിംഗ് കൂടി ഇവിടെ വരുന്നുണ്ട്. തൊഴിലവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു ഉദ്ദേശം. ഇത് നമ്മളെ മിഷനറി പേപ്പർ പേന യൂണിറ്റ് ആണ്. അപ്പം ഇത് ബ്രാൻഡാണോ അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ അവരുടെ പേരും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ഓർഡർ. സന്തോഷാണോ? ഹാപ്പിയാണോ? എന്തിനാ വന്ന്? തെറാപ്പി ചെയ്യാൻ വന്നാലേ. ശരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണിത്? നമ്മൾ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണിത്. അപ്പോൾ മൈൽഡ് കാറ്റഗറിപ്പെട്ട ഇവർ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 5 സ്റ്റേജ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ സ്റ്റേജ് എത്തിയത് 2 കുട്ടികളാണ്. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ഇവർ ചെയ്യുന്ന ഡാറ്റ എൻട്രി ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഡാറ്റ എൻട്രി വർക്കാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും പ്രൊഫഷണൽ ആയിട്ട് മാറും. അതാണ് ഇപ്പം നമ്മളുള്ളത് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്ലിനിക്ക്. അവിടെയാണ് നമ്മളുള്ളത്. എന്ന് വെച്ചാൽ മാനസികപരമായിട്ട് രോഗങ്ങൾ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു സെക്ഷനാണ്. നമുക്ക് മെഡിസിൻ മാത്രം കൊടുത്തതുകൊണ്ട് അവരെ നമുക്കൊരു നല്ലൊരു ലെവലിലേക്ക് എത്തിച്ചു കൊണ്ടുവരാൻ അത് മാത്രം മതിയാവില്ല. അപ്പോൾ അവരുടെ എന്ത് ഫാക്ടറാണ് അവർക്ക് ബുദ്ധിമുട്ടാവുന്നത് നോക്കിയിട്ട് അതും കൂടി നമ്മൾ ക്ലിയർ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. വീടുകളിൽ നിർത്താൻ പറ്റാത്ത, അതല്ലെങ്കിൽ വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. എന്ന് വെച്ചാൽ മാതാപിതാക്കൾക്ക് നോക്കാൻ പറ്റാത്തവർ, ചില ആൾക്കാരുണ്ട് ആത്മഹത്യൻ്റെ വക്കിൽ വരെ നിൽക്കുന്ന ആൾക്കാർ. എന്ന് വെച്ചാൽ കുട്ടികളെ നോക്കാനൊന്നും പറ്റാതെ ആ രീതിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു വില്ലേജ് തന്നെ, ഒരു 5 ഏക്കറിൽ വില്ലേജ് തന്നെ ഇവർ പണിഞ്ഞെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരാൾ മാത്രം ചെയ്യുന്ന സംഭവമല്ല. ഇതൊരുപാട് ആൾക്കാർ കൂടി ചേർന്ന് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഇതിൻ്റെ പുറകിലുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ പോലത്തെ ഒരുപാട് ആൾക്കാർ ഇതിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെടുക, ഇതിനെ സപ്പോർട്ട് ചെയ്യുക. അത്രേ പറയാനുള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.